എല്ലാവരും ഉള്ളതുകൊണ്ട് ഈ ഗ്രൂപ്പ് എന്നുള്ള വാക്കിന് പകരം നമ്മൾ ടീം എന്ന് പറഞ്ഞോളൂ. ഗ്രൂപ്പ് എന്നുള്ള പ്രയോഗം അതാരെ പറ്റി പറയുന്നത് അതൊരു നെഗറ്റീവ് വേർഡാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മളെ MES പുതിയ കമ്മിറ്റി വന്നു, വീണ്ടും പ്രസിഡന്റായിട്ട് ഫസൽ ഗഫൂർ സാഹിബ് വന്നു, അതുപോലെ പുതിയ സെക്രട്ടറി വന്നവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉള്ളത്, ഗഫൂർ സാഹിബ് തന്നെ ഡോക്ടർ നേരത്തെ സൗഹൃദവേദിൻ്റെ ഇഫ്താറിൽ ഒരു അര സെക്കൻഡാണ് കിട്ടിയത്, അര മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഈ DJ പാർട്ടി ഇല്ലാതാക്കണം. അതിനെ ഞാൻ പിന്തുണക്കുന്നു. കാരണം ഈ DJ പാർട്ടിയാണ് ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും സംഗമ ഭൂമി. ലഹരിയുടെയും പ്രണയക്കൊലപാതകത്തിൻ്റെയും കുട്ടികളുടെ അഴിഞ്ഞാട്ടത്തിൻ്റെയും നേരത്തെ പറഞ്ഞ ഡ്രസ്സിൻ്റെയും ബഹുമാനമില്ലായ്മയുടെയും എല്ലാ വയലൻസിൻ്റെയും സംഗമ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഈ DJ പാർട്ടി. ഈ DJ പാർട്ടി മത്സരിച്ച് സംഘടിപ്പിക്കുന്നത് ആരാണോ അവർക്ക് അഡ്മിഷൻ കിട്ടുന്ന രൂപമാണ്. അതാണ് ഈ പിന്നെ പാരലൽ കോളേജിലാണ് ഇപ്പോൾ നേരത്തെ വിഷയം ഉണ്ടായത്. പാരലൽ കോളേജിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ സംഭവമാണ്. അപ്പോൾ മറ്റൊരു ആഴ്ചയിൽ 2 ദിവസം സംഘടിപ്പിക്കും. അപ്പോൾ അവർക്ക് കുറേ കുട്ടികൾ പോകും. ഈ രീതിയിൽ കാര്യങ്ങൾ നടന്നു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അപ്പം നമ്മൾ ലഹരിയെ നമുക്ക് പിടിച്ചു കെട്ടണമെങ്കിൽ അത് വളരുന്ന സാഹചര്യത്തെ ഇല്ലാതാക്കണം. കൊതുകിനെ കൊല്ലാൻ ബാറ്റ് തരാതരം വാങ്ങിയതുകൊണ്ട് കാര്യമില്ല, അഴുക്കുചാലുകൾ തുറന്നു വിടുക കൂടി വേണം എന്നിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വരണം. നേരത്തെ സജീവൻ സാറ് പറഞ്ഞ ആ ഒരു കാര്യം, ഇത്തരം ഇരുത്തങ്ങൾ ഈ ഒരു ബാങ്ക് കൊടുക്കണീൻ്റെ മൂട്ടിൽ ഇങ്ങനെ ഒരു 2 മിനിറ്റും 1 മിനിറ്റും അല്ലാതെ ഇരിക്കേണ്ടതുണ്ട്. അതിൻ്റെ സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ സെക്രട്ടറി, CPM സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഉള്ളൊരു ബന്ധത്തെ പറ്റി പറഞ്ഞു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ കേരളത്തിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം ഇവിടെ കേട്ടിട്ടുണ്ട്, ഭരിക്കുന്ന സർക്കാരിൻ്റെ സൈദ്ധാന്തികനാണ്. അതേപോലെ ഇവിടെ ചാനലിലൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഈ നൈറ്റ് ലൈഫ് സംസ്കാരത്തെ കേരളത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റൂല. കാരണം നമ്മൾ യൂറോപ്പ് ഇപ്പം എങ്ങനെയാണോ അതിലേക്ക് പോയ എല്ലാ വഴികളും അവർ തിരിച്ച് നീന്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ വഴികളൊക്കെ തുറന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നൊരു സംസ്കാരമാണ് ഇപ്പോൾ കാണുന്നത്. ഈ നൈറ്റ് ലൈഫ് ഇപ്പോൾ എല്ലാ നഗരസഭകളും അതിന് ബഡ്ജറ്റിൽ കാശ് വകയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം? ഇത് വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തെന്ന് വരുമ്പോൾ നമ്മുടെ മകൻ ബർമുടി ഇട്ടുങ്ങാണ്ട് രാത്രി 12 മണിക്ക് തിരിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇജ്ജ് പോയി കിടന്നുറങ്ങിയെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത സ്ഥാനത്തേക്കാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ തടയാൻ പറ്റുക? ഈ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ രാത്രി സമയത്ത് ഈ ടെറഫുകളിലും നൈറ്റ് ക്ലബ്ബുകളിലും ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ലഹരി ഉണ്ടാകും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് കുറച്ചു കാലം നമ്മൾ പ്രാകൃതരായി ജീവിക്കണം എന്നെ അഭിപ്രായം. ഈ പുരോഗമനത്തിന്റെ പുരപ്പുറത്ത് കയറിയുള്ള കൂക്കുവിളി അവസാനിപ്പിച്ചിട്ട് കുറച്ച് നമ്മളിങ്ങോട്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിനെ നേരത്തെ നമ്മുടെ നിയമസഭയിൽ പറഞ്ഞാൽ എന്താ അവസാനം കൺക്ലൂഡ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നമുക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ല യുദ്ധം, ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതിൽ ആത്മീയ ആചാര്യന്മാരെയും മതോപദേശകന്മാരെയും എല്ലാം ചേർത്ത് പിടിച്ചു. മതത്തിന്റെ ധാർമ്മികത അല്ലേ നമ്മളോട് സംസാരിക്കാം. അപ്പൊ ആ ധാർമ്മികമായ കാഴ്ചപ്പാടിലേക്ക് സമൂഹം തിരിച്ചു വരില്ലാതെ വേറെ നിർവാഹമല്ല എന്നുകൂടി എല്ലാവരും പറഞ്ഞതിന് അടിവരയിട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കും.